ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അനലിറ്റിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. 6 പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതിൽ 5 പഠിച്ചു കഴിഞ്ഞാൽ 5 വളരെ സിമ്പിൾ ആണ്, നമുക്ക് സെന്റൻസ് രൂപത്തിൽ എഴുതാനാണ്, വലിയ സ്റ്റെപ്സ് ഒന്നുമില്ല. പക്ഷെ 6ാമത്തെ മാത്രം കുറച്ച് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നതാണ്, സ്കിപ്പ് ചെയ്യേണ്ട. ഈ 6 പഠിച്ച ഒരു പ്രോപ്പർട്ടി എന്തായാലും കിട്ടാറുണ്ട്, കേട്ടല്ലോ. അപ്പോൾ അതിൽ 1ാമത്തെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്, പ്രോപ്പർട്ടി 1. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? An analytic function with the constant real part എഴുതാ. An analytic function with the constant real part is constant. ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഫംഗ്ഷനും എന്താണ്? കോൺസ്റ്റന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. ഞാൻ പ്രൂഫ് എഴുതാം. ലെറ്റ് f of z equal to u plus iv is analytic. f of z equal to u plus iv അനലിറ്റിക് ആണ്. അനലിറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം എല്ലാ പ്രൂഫിലും ഈ എല്ലാ പ്രോപ്പർട്ടിയിലും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, ലെറ്റ് f of z equal to u plus iv അനലിറ്റിക് ആണ് എടുത്തു. therefore എന്താണ്? CR ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. CR ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പം എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു 2 സെന്റൻസ് തുടങ്ങി വയ്ക്കുക. എന്താ CR ഇക്വേഷൻ? ഡോ u by ഡോ x equal to ഡോ v by ഡോ y, ഡോ u by ഡോ y equal to മൈനസ് ഡോ v by ഡോ x. അപ്പോൾ ഏത് പ്രോപ്പർട്ടി എടുത്താലും ഇത്രയും ഒരു തുടക്കം ഇതാണ്. എല്ലാ പ്രോപ്പർട്ടിയുടെയും സ്റ്റാർട്ടിങ് ഇതാണ്. അതായത് f of z equal to u plus iv അനലിറ്റിക് ആണ് എടുക്കുന്നു. ദെൻ CR ഇക്വേഷൻ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് എന്ന് എഴുതി. ഇനി നമുക്ക് അവർ തന്ന കാര്യം എഴുതാണ്. എന്താണ് അവർ തന്നത്? given റിയൽ പാർട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അവർ നമുക്ക് തന്നത് എന്താണ്? റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണ് തന്നത്. എന്താണ് റിയൽ പാർട്ട്? യു ഈക്വൽ ടു സി. അവർ തന്നത് എന്താണ്? യു ഈക്വൽ ടു സി എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് എന്താ വരിക? ഡോ യു ബൈ ഡോ എക്സ് കോൺസ്റ്റന്റ് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? എന്താണ്? 0 അല്ലേ? ഡോ യു ബൈ ഡോ വൈയോ, യുവിനെ വൈകി ചെയ്താലും എന്താണ്? 0. ഇതിന് ഇക്വേഷൻ 1 കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ 0. നമ്മുടെ CR ഇക്വേഷനിൽ ബൈ CR ഇക്വേഷനിൽ അത് കൊടുക്കുകയാണെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? ഡോ വി ബൈ ഡോ എക്സും 0 ആയിരിക്കും, അതുപോലെ ഡോ വി ബൈ ഡോ വൈയും 0 ആയിരിക്കും. ശരിയല്ലേ? ഈ രണ്ട് സൈഡ് 0 ആണെങ്കിൽ അടുത്ത 2 സൈഡും എന്തായിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞാൽ എന്തൊരു ഡൗട്ട് ഉണ്ടോ? CR ഇക്വേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 സൈഡ് 0 ആയതുകൊണ്ട് അപ്പുറത്തെ 2 സൈഡും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? നമുക്ക് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് 0 കിട്ടി, ഡോ യു ബൈ ഡോ വൈ 0 കിട്ടി. അപ്പോൾ CR ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ അടുത്ത 2 സൈഡ് 0 ആയിരിക്കും. ഓക്കെ, ഡോ വി ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ എക്സും 0 ആയിരിക്കും. ഓൾസോ നമ്മൾ എടുക്കണേ, എഫ് ഡാഷ് സെഡിന്റെ ഒരു ഡെഫിനേഷൻ എഴുതാണ്. എഫ് ഡാഷ് സെഡ് നമുക്കറിയാം, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇത് നമ്മൾ ഇന്നലെ എഴുതി വെച്ചു അല്ലേ? എഫ് ഡാഷ് സെഡിന്റെ ഒരു ഡെഫിനേഷൻ. അപ്പോൾ ഇത് നമുക്ക് 0 കിട്ടി, 0 പ്ലസ് ഐ ഇൻറ്റു CR ഇക്വേഷൻ പ്രകാരം അതും നമുക്ക് 0 കിട്ടി. അങ്ങനെ മൊത്തത്തിൽ ആൻസർ 0 കിട്ടി. എഫ് ഡാഷ് സെഡ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. എഫ് ഡാഷ് സെഡ് 0 ആണെങ്കിൽ ശ്രദ്ധിക്കുക, എഫ് ഡാഷ് സെഡ് 0 ആണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 വരിക? ആ ഫംഗ്ഷൻ ആരായിരിക്കണം? കോൺസ്റ്റന്റ്. therefore f of z is constant. പ്രൂഫ് കഴിഞ്ഞു കേട്ടോ. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ചുമ്മാ പറയുന്നതല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുള്ള പ്രൂഫ്. അപ്പോൾ ഒരു ഐഡിയ ആണ് ശരിക്കും. അതായത് കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. ഈ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന 3 ക്വസ്റ്റ്യനിലും നമ്മൾ അടക്കുന്ന ലോജിക്കാണ്. എന്താണ്? എഫ് ഡാഷ് സെഡിനെ 0 എന്ന് തെളിയിക്കും. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്താണ്? എഫ് ഡാഷ് സെഡ് 0 എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പഠിപ്പിക്കാത്ത ഏതൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് പ്രൂവ് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ എഫ് ഡാഷ് സെഡ് 0 എന്ന് തെളിയിച്ചാൽ മതി. എഫ് ഡാഷ് സെഡ് 0 എന്ന് തെളിയിക്കണമെങ്കിൽ ഈ ഒരു സാധനങ്ങൾ